വെൽക്കം ബാക്ക് ടു ബീനോസ് ലേണിംഗ് ക്ലാസ്. നോക്കൂ ഞങ്ങളെ, നമ്മൾ സ്ക്വയർ ആൻഡ് റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്ന പാഠത്തിനകത്തിൽ ഒരു 3 എക്സസൈസ് ചെയ്തില്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ മോഡൽ പറഞ്ഞു തന്നതാ ഇങ്ങനെ അങ്ങ് ചെയ്യണമെന്ന് കേട്ടോ. അതായത് 17 സ്ക്വയർ സെൻറ്റിമീറ്ററിൻ്റെ നമ്മുടെ പാർട്ട് 3 ഞാൻ ചെയ്ത് കാണിച്ചു ഞങ്ങളെ അതെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു, അത് മനസ്സിലായി. എൻ്റെ താഴത്തെ 2 ഞാൻ ചെയ്തില്ല, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കേട്ടോ. ചോദിക്കുമ്പോൾ അത് നമുക്ക് പറഞ്ഞു കൊടുക്കണ്ടേ, അപ്പം നമുക്കത് ചെയ്യാം. ഞാനത് വിചാരിച്ച് നിങ്ങൾ ആ മറ്റേ രീതി വെച്ച് താപ്പോട്ട് ചെയ്യുമായിരിക്കും. നോക്കൂ നിങ്ങളെ, അതിൻ്റെ രണ്ടാമത്തെ ചോദ്യം 18 സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 18 സ്ക്വയർ സെൻറ്റിമീറ്റർ എന്നാണ്. ഈ 18 എന്ന് പറയുന്നത് ഇതിനകത്തിലെങ്ങാണ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ, ഇവിടെങ്ങാണ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത് ഏതെങ്കിലും 2 സ്ക്വയറുകൾ തങ്ങളിൽ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ വരുന്നുണ്ടോ എന്നാണ്. എന്താ നിങ്ങളെ, ഏതെങ്കിലും 2 സ്ക്വയറുകൾ തങ്ങളിൽ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ നമുക്ക് ഈ 18 വരുന്നുണ്ടോ എന്നാണ്. ഉണ്ടോ നിങ്ങളെ, ഏതെങ്കിലും സ്ക്വയറുകളിൽ തങ്ങളിൽ കൂട്ടുമ്പോൾ വരുന്നുണ്ടോ 18 എന്ന് പറയുന്നത്? ഉണ്ടോ? അതായത് ഈ 9ൻ്റെ കൂടെ 9 കൂടെ കൂട്ടിയാൽ, അതായത് 3ൻ്റെ സ്ക്വയർ ആണല്ലോ 9, ആ 9ൻ്റെ കൂടെ 9 കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താ 18 വരും കേട്ടോ. അതൊക്കെ ഓർത്തോണേ. ഏതിൻ്റെയാവും നിങ്ങളെ 18 എന്ന് പറയുന്നത് എന്തിൻ്റെയും സ്ക്വയർ ആണോ? അല്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ എന്താ എളുപ്പത്തിന് 18 എന്ന് പറയുന്നത് 9, 2 9 ചേർന്നാൽ 18 ആണെന്ന് നമുക്കറിയാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 9 + 9 = 18. 9 വന്ന് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എങ്ങനെയാണ് നിങ്ങളെ 18 എന്ന് പറയുന്നത് നമുക്കില്ല. ഇതിനകത്തിലുണ്ടോ നോക്കിക്കേ, നമ്മൾ എല്ലാത്തിൻ്റെയും സ്ക്വയറൊക്കെ എഴുതി വെച്ചാൽ 18 ഉണ്ടോ? ഇല്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? 2 9 എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ 18 കിട്ടും കേട്ടോ. അപ്പം നമ്മൾ പൈതഗോറസ് തിയറി അനുസരിച്ച് നമ്മൾ എങ്ങനെയായിരിക്കും അത് എഴുതുന്നത് അല്ലേ? എങ്ങനെയായിരിക്കും നോക്കിക്കേ. 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ ആണ്, വീണ്ടും 9 എന്ന് പറയുന്നത് 3ൻ്റെ സ്ക്വയർ ആണ്, = 18 അല്ലേ? ഇതിനെ രണ്ടിനെയും നമ്മൾ എന്താ സ്ക്വയർ ഉണ്ടോ ഇതുപോലെ ഇവിടെ ആക്കണ്ടേ? അതൊക്കെ നമ്മൾ പഠിച്ചല്ലേ ഫസ്റ്റ് പാർട്ടിലൊക്കെ. ഓക്കെ ആണല്ലോ നിങ്ങളെ. √18ൻ്റെ സ്ക്വയർ, ഇതൊക്കെ നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്നതാണ് കേട്ടോ. 3ൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ = ഈ 18ൻ്റെ, അതായത് √18ൻ്റെ സ്ക്വയർ. ഇനി പൈതഗോറസ് തിയറി അനുസരിച്ച് നമ്മൾ എന്താണ്, നമുക്ക് ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. ഇത് തിരിഞ്ഞായാലും മതി. ആൾട്ടിറ്റ്യൂഡിൻ്റെ കാരണം എന്താ, നീ ലെങ്തും ഹൈറ്റുമാണ് പറയുന്നത് അല്ലേ. ഇനി മൂന്നാമത്തെ ഏതാണ്? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. കാരണം ഇവിടെ കൂട്ടാനാണ്, അതങ്ങ് ഓർത്താൽ മതി കേട്ടോ. കൂട്ടാനാണെങ്കിൽ എന്താ, ബേസും ആൾട്ടിറ്റ്യൂഡും ആയിരിക്കും എപ്പോഴും. ആൾട്ടിറ്റ്യൂഡിന് ഹൈറ്റ് എന്നും പറയാം കേട്ടോ. ഇനി ആൾട്ടിറ്റ്യൂഡ് എന്ന് കേൾക്കാത്തവരുണ്ടെങ്കിൽ എന്താ നിങ്ങളെ, ഹൈറ്റിൻ്റെ വേറൊരു പേരാണ് ആൾട്ടിറ്റ്യൂഡ് കേട്ടോ. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 3ൻ്റെ സ്ക്വയർ പ്ലസ് 3ൻ്റെ സ്ക്വയർ പ്ലസ് √18. ഈ റൂട്ടൊക്കെ വന്നതൊക്കെ നമ്മൾ കുറേ പഠിച്ചതാണ് കേട്ടോ. √18 സംശയം ഇനി ഇത്രയേ ഉള്ളൂ, ഇത് വെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് എങ്ങനെയാ, ഇതിനെ ബേസ് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കണേ നിങ്ങളെ, ബേസ് നമുക്ക് തന്നിട്ടുണ്ട്, ആൾട്ടിറ്റ്യൂഡ് നമുക്ക് തന്നിട്ടുണ്ട്, ഹൈപ്പോട്ടന്യൂസും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം അതിന് എങ്ങനെ വരയ്ക്കാമെന്നാ നോക്കണേ. ബേസ് എത്ര ആവും നിങ്ങളെ? ബേസ് നോക്കണേ, 3 സെൻറ്റിമീറ്റർ ആണ് ബേസ്. അപ്പം നിങ്ങൾ എന്തെടുക്കണം? സ്കെയിലിൽ കറക്റ്റായിട്ട് അടിഭാഗം അല്ലേ, അടിവശമാണല്ലോ ബേസ്, അത് കറക്റ്റായിട്ട് 3 സെൻറ്റിമീറ്റർ സ്കെയിലിൽ എടുക്കുക. കാണുന്നുണ്ടല്ലോ, 3 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 0ൽ തൊട്ടിട്ട് കണ്ടോ, 0ൽ തൊട്ടിട്ട് 3 സെൻറ്റിമീറ്റർ വരെ ബേസ് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ, അത് നിങ്ങൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടോ എങ്ങനെയായാലും മതി. 3 സെൻറ്റിമീറ്റർ സെറ്റ് സ്ക്വയർ ആകുമ്പോൾ ചരിവ് ഒന്നും വരത്തില്ല. അതിനായി സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് വരയ്ക്കുക. കാരണം ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. ഇതെന്താ നിങ്ങളെ, ഇത് ബേസ് ആണ്, ഇത് ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് ആണ്. അപ്പോൾ എന്താ, ഇത് ഇവിടെയും കിട്ടി ഇവിടെയും കിട്ടിയെങ്കിൽ അല്ലേ, ഇവിടെ 2 കിട്ടിയല്ലോ, അത് രണ്ടും കൂടി കൂട്ടി അങ്ങ് വരയ്ക്കുക. അളവൊന്നും നോക്കണ്ട നിങ്ങൾ. ആ 2 കൂട്ടിമുട്ടിയ 2 കൂടി കൂട്ടി അങ്ങ് യോജിപ്പിക്കുക. അപ്പോൾ ഇത് എന്തായി? ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലേ. അപ്പോൾ ബേസും കിട്ടി, ആൾട്ടിറ്റ്യൂഡും കിട്ടി, ഹൈപ്പോട്ടന്യൂസ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചതാ അല്ലേ, എന്താ നിങ്ങൾ സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ട് അല്ലേ. ഇവിടെ നമുക്ക് എങ്ങനെയാ, ഇപ്പോൾ ഇത് നേരെ ഇരിക്കുമായതുകൊണ്ട് നമുക്ക് നേരെ ഇങ്ങനെയല്ലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം നിങ്ങളെ, സെറ്റ് സ്ക്വയർ ഉപയോഗിക്കണം കേട്ടോ. സെറ്റ് സ്ക്വയർ ഇതാണ്ട് ഈ വരയുടെ നേരെ ഇങ്ങനെ കണ്ടോ, കാണുന്നുണ്ടോ? ഇതിനാണ് നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ ഉപയോഗം. ഇത് സത്യം പറഞ്ഞാൽ ഇൻസ്ട്രമെന്റ് ബോക്സിൽ എന്താണെന്ന് ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ടാണ്. ഈ സാധനം എന്തോത്തിനാ ഇത് കണ്ടോ, ഇപ്പം മനസ്സിലായോ? കാരണം ഇതിൻ്റെ ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ വശം കണ്ടോ. അപ്പം നമുക്ക് ഈ വശം കറക്റ്റായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഇതിന് അളവൊന്നുമില്ല, നേരെ അങ്ങ് വിട്ടാൽ മതി കേട്ടോ. ഇനി നമുക്ക് എന്താ, തിരിച്ചും അതുപോലെ ഇത് വെച്ച് തിരിച്ചും അതേ രീതിയിൽ എന്ത് ചെയ്യാതെ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചും, കാരണം ഈ വശം കണ്ടോ
നമുക്ക് നേരെ ഇത് സ്കെയിൽ വെച്ചാണെങ്കിൽ നമുക്ക് എങ്ങോട്ടാണെന്ന് അറിയത്തില്ല, അതുകൊണ്ടാണ് ഈ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ സ്കെയിൽ വെച്ചാണെങ്കിൽ നോക്കി നിങ്ങൾ ഇതിന് നേരെ താണ്ട് ഇങ്ങോട്ടല്ലേ വരത്തുള്ളൂ, ഇങ്ങോട്ടാണോ പോകുന്നത്, അത് നിങ്ങൾ ഓർത്തോണേ. സെറ്റ് സ്ക്വയർ വെച്ച് വേണം കുഞ്ഞുങ്ങളെ പഠിക്കാൻ സെറ്റ് സ്ക്വയർ കേട്ടോ. ഇത് എന്തിനാണെന്ന് മനസ്സിലായോ? അതുകൊണ്ട് ഇത് കറക്റ്റായ മെഷർ ആണ്. ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാനും കേട്ടോ ഇങ്ങനെ വരയ്ക്കാനും ഒക്കെയാണ് സെറ്റ് സ്ക്വയറിൻ്റെ ഉപയോഗം. ഓക്കെ, അതിന് ഇങ്ങോട്ട് വരയ്ക്കുന്നതിന് നമുക്ക് നീളം നോക്കണ്ട, എത്ര വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ ജോലി എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ, ഇനിയാണ് നമ്മൾ ഫസ്റ്റ് 17ൻ്റെ ചെയ്ത ഓർമ്മയുണ്ടല്ലോ, അതായത് അതാണ്ട് ഈ ഹൈപ്പോട്ടന്യൂസിൻ്റെ മെഷർ, ഹൈപ്പോട്ടന്യൂസിൻ്റെ നമ്മൾ എത്രയാണോ എടുക്കുന്നത്, അതായത് കണ്ടേ ഞാൻ ഈ കുത്തനെ പിടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അണ്ടേ കണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾ? ആൻഡ് ഇത് എത്ര, അതായത് ഹൈപ്പോട്ടന്യൂസിൻ്റെ കറക്റ്റായ മെഷർ എടുത്തിട്ട് എന്താ ദാണ്ടേ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും കേട്ടോ, ഇതിനകത്ത് ഞാൻ എൻ്റെ കറക്റ്റായിട്ട് ഞാൻ നിങ്ങളൊക്കെ വരച്ചോണോ കേട്ടോ. ഇവിടെ ഇങ്ങോട്ടും പിന്നെ ഇവിടെ കുത്തിയിട്ട് ഇങ്ങോട്ടും വരയ്ക്കുക. എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലം കേട്ടോ, ഇത് രണ്ടും കൂടി ഇതിപ്പോൾ ഇച്ചിരി നീങ്ങിയതുകൊണ്ടാവും നിങ്ങളെ, ഞാൻ കറക്റ്റായിട്ടായിരുന്നു വരച്ച് വെച്ചിരുന്നത്. ഇത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് അതായത് ഹൈപ്പോട്ടന്യൂസിൻ്റെ മെഷർ എത്രയാണെന്ന് എടുക്കുക. കണ്ടേ ഹൈപ്പോട്ടന്യൂസിൻ്റെ മെഷർ ഇച്ചിരി കൂടെ അടുത്തിരിക്കുന്നത് കണ്ടേ എത്രയാണെന്ന് വെച്ചാൽ അത് കണ്ടോ കറക്റ്റായിട്ട് അത് ഞാൻ വരച്ച് ഇവിടെ കുത്തി ഇങ്ങോട്ടും ഇവിടെ കുത്തി ഇങ്ങോട്ടും വരയ്ക്കുക കേട്ടോ, ഇങ്ങോട്ട്. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ അതിനെ പെൻസിൽ വെച്ചിട്ട് സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് കറക്റ്റായിട്ട് അത് എവിടെയാണോ വന്നത് അങ്ങോട്ട് നേരെ അങ്ങ് വരയ്ക്കുക. ഇവിടെ വരെ വെർട്ടിസസ് അതിൻ്റെ കോർണറുകൾ അല്ലേ, മൂല ഏതൊക്കെ ഭാഗത്തോട്ടാണോ വെച്ചാൽ അങ്ങോട്ട് വരയ്ക്കുക. അപ്പോൾ എന്താ 4 വശവും ഒരേ രീതിയിലായി അല്ലേ. ഇപ്പോൾ ഈ റൂട്ട് 18 ആയിരുന്നു, അപ്പോൾ അതിൻ്റെ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ത് വരും കുഞ്ഞുങ്ങളെ? 18 സെൻറ്റിമീറ്റർ സ്ക്വയർ ആവും. ഓക്കെ ആണോ? അത് ഓക്കെ ആണല്ലോ. ഇത്രയേ ഉള്ളൂ ഞങ്ങളെ. നിങ്ങൾക്ക് ഈ തെറ്റുന്നത് മിക്കവാറും ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് തെറ്റുന്നത്, കാരണം ഏതെടുക്കുമോ എന്നുള്ള ഡൗട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ തന്നിരിക്കുന്ന ഒരു 5ഓ 6ഓ കണക്ക് അതെങ്കിലും എങ്ങനെയാണ് കിട്ടുന്നത്? ഇപ്പോൾ 18 ആണെങ്കിൽ 18 വരുന്നത് എങ്ങനെയായിരിക്കും? 18 എന്ന് പറയുന്നത് 9 പിന്നെ 2 9 ചേരുന്നതാണ് 18 പഠിച്ചോണം കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റും റൂട്ടും ഒന്നും ഇടാൻ മറക്കരുത്. ചില കണക്കിലെ ചില കാര്യങ്ങൾ കാണാതെ പഠിക്കേണ്ടതാണ്, ചിലത് ചെയ്ത് പഠിക്കേണ്ടതാണ്. കാണാതെ പഠിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ പഠിക്കുക, ചെയ്ത് പഠിക്കേണ്ടത് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. ഇനി നമുക്കറിയാം പൈതഗോറസ് തിയറി അനുസരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടോ നിങ്ങളെ? ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് അല്ലേ. ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ. അപ്പോഴും എന്താ 18 സെൻറ്റിമീറ്റർ അല്ലേ നമുക്ക് കിട്ടുന്നത്? മനസ്സിലായോ? ഞാൻ റഫായിട്ടൊന്ന് എഴുതി വെച്ചതേ ഉള്ളൂ മനസ്സിലാക്കാൻ വേണ്ടി. എന്താ നിങ്ങളെ ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, ഇതിൻ്റെ രണ്ടിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ ആണ് അല്ലേ. ഹൈപ്പോട്ടന്യൂസ് ഇവിടെ എത്ര? 9 അല്ലേ. 9ൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര? 9 അധികം 9 2 8 എഴുതാം 18 കേട്ടോ. അതിങ്ങനെ ഓർത്തേക്കണം കേട്ടോ. 18ൻ്റെ സ്ക്വയർ ഇതല്ലേ നിങ്ങൾ തെറ്റണ്ട, ഇത് കൺഫ്യൂഷനായി പോകും. ഇത് ഇത്ര ഓക്കെ ആണല്ലോ, 18 വന്നത് ഓക്കെ ആണല്ലോ. കാരണം റൂട്ട് 8 ആയിരുന്നു, റൂട്ട് 18. അയ്യോ ക്വസ്റ്റ്യനി റൂട്ട് 18 ആണേ കുഞ്ഞുങ്ങളെ കേട്ടോ. ഞാൻ ഈ സ്പീഡിൽ എഴുതുമ്പോൾ തെറ്റിപ്പോകുന്നത് റൂട്ട് 18 ആണ് അതിൻ്റെ ഏരിയ. കാരണം സ്ക്വയർ അല്ലേ, സ്ക്വയർ ആയപ്പം 18 സെൻറ്റിമീറ്റർ സ്ക്വയർ. നല്ലപോലെ ഒന്ന് മനസ്സിലാക്കണേ കേട്ടോ. ഓക്കെ, അടുത്ത 19ാമത്തെ അല്ല എത്രയായിരുന്നു? 3ാമത്തെ 19 സ്ക്വയർ സെൻറ്റിമീറ്റർ. അതും ഇതുപോലെ തന്നെയാണ്. ഈ 19 എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഇതിനകത്തിലുണ്ടോ നോക്കിയോ നിങ്ങളെ? 19 എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ നോക്കിയേ? 19 അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ടോ? ഇല്ല. ഏതെങ്കിലും 2 സ്ക്വയറിൻ്റെ കുറച്ചാൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിക്കേ. കുറച്ചാൽ കിട്ടുന്നുണ്ട് കേട്ടോ, അത് നോക്കിക്കോണേ. എന്തൊക്കെ കുറച്ചാലാന്ന് നോക്കിക്കേ. 100ൽ നിന്നും 81 കുറച്ചാൽ നമുക്ക് 19 കിട്ടും കേട്ടോ. 100ൽ നിന്നും 81 കുറച്ചാൽ നമുക്ക് 19 കിട്ടും. അപ്പോൾ ഈ 100 എന്ന് പറയുന്നത് എന്താ നിങ്ങളെ? 10ൻ്റെ സ്ക്വയർ ആണ്. 9 എന്ന് പറയുന്നതോ 81 എന്ന് പറയുന്നതോ 9ൻ്റെ സ്ക്വയർ ആണ്. 10ൻ്റെ സ്ക്വയർ മൈനസ് 9ൻ്റെ സ്ക്വയർ ആണ് എന്താ? 19. മനസ്സിലായോ? 10ൻ്റെ സ്ക്വയർ മൈനസ് 9ൻ്റെ സ്ക്വയർ ആണ് 19. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 10ൻ്റെ സ്ക്വയർ മൈനസ് 9ൻ്റെ സ്ക്വയർ ഈസിക്കൽ ടു ദാണ്ട് മുമ്പേ ഞാൻ പറഞ്ഞു ഈ കിട്ടിയ അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ കേട്ടോ. അങ്ങനെയെങ്കിലും ഒക്കെ ഓർത്തട്ടെ. നമ്മുടെ ക്വസ്റ്റ്യനെ എന്താക്കണം? നമ്മുടെ ക്വസ്റ്റ്യൻ റൂട്ടിലോട്ട് മാറ്റണം. 19 ദ ഹോൾ റൈസ് ടു കണ്ടോ
ഹോൾ സ്ക്വയർ കേട്ടോ. അതെങ്കിലും ഓർത്തോണേ. നമ്മളെല്ലാം ഇതുവരെ ചെയ്ത കണക്കിൻ്റെ എല്ലാം പ്രത്യേകത എന്താണ്, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ റൂട്ടിൽ കയറ്റണം കേട്ടോ. അത് മറക്കല്ലേ, അങ്ങനെയെങ്കിലും ഓർത്ത് വെച്ചേക്കണേ. അപ്പോൾ ഇനി പൈതഗോറസ് തിയറി അനുസരിച്ച് നമുക്ക് ഇവിടെ എന്താ മൈനസ് ആണ് ചെയ്തത്. മൈനസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹൈപ്പോട്ടന്യൂസ് ഉണ്ടെന്നാണ്. പൈതഗോറസ് തിയറി നമ്മൾ കുറേ പഠിച്ചത്, അതിനുവേണ്ടി മാത്രം ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ടാവും. നിങ്ങളെ അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പൈതഗോറസ് തിയറിയുടെ ആ ലിങ്ക് കയറി കാണണേ, ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കയറി കാണണേ. നിങ്ങൾക്കത് കിട്ടുന്നില്ല, എൻ്റെ ചാനലിൽ തന്നെ കിടപ്പുണ്ട് പൈതഗോറസ് എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കയറി കാണണം. അപ്പം നമുക്ക് കുറയ്ക്കാനാണ് വന്നെങ്കിൽ ഓർത്തോണം ഹൈപ്പോട്ടന്യൂസ് അതിലുണ്ട്. ഹൈപ്പോട്ടന്യൂസിൽ നിന്നും ബേസോ ഇവിടെ ആൾട്ടിറ്റ്യൂഡോ കൊടുക്കുക, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഹൈപ്പോട്ടന്യൂസിൽ നിന്ന് ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാളെ അങ്ങ് കുറച്ചാൽ മതി. അത് ബേസ് ആവാം ആൾട്ടിറ്റ്യൂഡും ആവാം കേട്ടോ. അങ്ങനെയും സംഭവിക്കാം. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഈസിക്കൽ ടു ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ്. ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ. അപ്പം എച്ചിൻ്റെ സ്ക്വയർ എത്രയാണ്? എച്ച് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ 100 അപ്പോൾ അതിൻ്റെ 10. അത് ഓൾറെഡി നമ്മളിവിടെ ചെയ്തുകൊണ്ട് എളുപ്പം അല്ലേ. 10 മൈനസ് ബി എത്രയാണ്? 9 അല്ലേ. ഈ സ്ക്വയർ അങ്ങ് പോയപ്പോൾ ഇവിടെ നമ്മൾ എച്ച് സ്ക്വയറിൻ്റെ എച്ച് എഴുതിയുള്ളൂ അല്ലേ. ബി സ്ക്വയറിൻ്റെ ബി 9. പിന്നെ അപ്പോൾ നമ്മൾ ഇങ്ങനെ പൈതഗോറസ് തിയറി അനുസരിച്ച് എന്ത് ചെയ്യും, ഈ പിന്നെ സ്ക്വയർ എടുത്ത് കളഞ്ഞാൽ ഈക്വലിനിപ്പുറത്ത് റൂട്ട് ഇട്ട് കൊടുക്കണം. സ്ക്വയർ ഇവിടെയും സ്ക്വയർ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ റൂട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി റൂട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ സ്ക്വയർ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങളെ അവിടെ അത് ഓർത്തോണേ. ഇവിടെ റൂട്ട് 19 ക്വസ്റ്റ്യൻ 19 അല്ലേ, റൂട്ട് 19. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിക്കേ. ഹൈപ്പോട്ടന്യൂസ് നമുക്കുണ്ട്, കാരണം കുറയ്ക്കാനായതുകൊണ്ട് ഓർത്തോണം ഏറ്റവും വലിയ വശം ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും. ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട്. പിന്നെ 9 എന്ന് പറയുന്നത് ബേസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ബേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബേസ് സ്കെയിൽ വെച്ചിട്ട് 9 എടുക്കുക. ബേസ് സ്കെയിൽ വെച്ചിട്ട് 9 എടുക്കുക. കറക്റ്റായിട്ട് എടുക്കണേ. സ്കെയിൽ വെച്ചിട്ട് 0 മുതൽ 9 വരെ എടുക്കുക. 0യിൽ തന്നെ വെക്കണം. 0 to 9, 0 മുതൽ 9 വരെ എടുക്കുക. കണ്ടല്ലോ. ഇനി എന്തുവാ, നമുക്ക് ആൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ടോ? ആൾട്ടിറ്റ്യൂഡ് തന്നിരിക്കുന്നത് സ്ക്വയറിലാണ്. അത് വല്ലതും അറിയാവോ? നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന്, അതിനെ നേരെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ അങ്ങ് വരച്ച് വെക്കണം. കാരണം എവിടെ എന്തുവാന്ന് നമുക്കറിയത്തില്ല. നമ്മൾ നേരെ ഒരു വര വരച്ചങ്ങ് വെച്ചേരാം കേട്ടോ. നേരെ വര എന്തിനാണെന്നറിയോ? നമുക്കിവിടെ ഹൈപ്പോട്ടന്യൂസ് എടുക്കണം. ഹൈപ്പോട്ടന്യൂസ് ഒരു 10 സെൻറ്റിമീറ്റർ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് എവിടോട്ട് വരയ്ക്കുമെന്നറിയാൻ സ്കെയിലും പെൻസിലും യൂസ് ചെയ്യുക. 10 സെൻറ്റിമീറ്റർ എടുക്കുക. 10 സ്കെയിൽ ഇച്ചിരി നല്ലതുപോലെ എടുത്തിട്ട് കാണാൻ പറ്റില്ലേ. 0യിൽ വെച്ചിട്ട് 10, അതറിയാമല്ലോ. 0യിൽ വെച്ചിട്ട് 10 എടുക്കുക. എന്നിട്ട് ഇവിടെ 0യിൽ വെച്ചിട്ട് ആർക്ക് കൊടുക്കുക. അത് എവിടോട്ടാണോ ഈ വരയിൽ, നമ്മൾ ഈ വരച്ച വരയിൽ വരണം കേട്ടോ. അതിനാ നേരത്തെ ഒരു വര അങ്ങ് വരച്ച് വെച്ച് ഈ തന്നിരിക്കുന്നത് കണ്ടോ, ഇങ്ങനെ ഒരു ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് വരയ്ക്കുമ്പോൾ കണ്ടോ, അത് എവിടെയാണ് വന്ന് മുട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു വെർട്ടിസസ് അവിടെ ആയിരിക്കും. ഇവിടെ ഒരു മൂല ഇവിടെ വരും കണ്ടോ, ഒന്ന് ഇവിടെ. ഇപ്പം മനസ്സിലായി. അപ്പോൾ അതെന്തോ ആയി, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലേ. കുഞ്ഞുങ്ങളെ. കാരണം അതിൻ്റെ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടന്യൂസ്, ബേസ്, ആൾട്ടിറ്റ്യൂഡും എല്ലാം നമുക്ക് കിട്ടിയില്ലേ. എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം ബേസ് ഓൾറെഡി നമുക്ക് 10ഉം 9ഉം വന്നതിന് സംശയമില്ലല്ലോ. കാരണം അതിൽ നിന്നും കുറച്ച് 10ൻ്റെ സ്ക്വയറിൽ നിന്ന് 9ൻ്റെ സ്ക്വയർ കുറച്ചപ്പോഴാണ് 19 കിട്ടിയത്. അവിടെ വരെ കിട്ടുമ്പോഴേ നമുക്ക് ആൻസർ കിട്ടും കുഞ്ഞുങ്ങളെ കേട്ടോ. കാരണം പിന്നീടെല്ലാം നമ്മൾ അല്ലാതെ എഴുതി വെക്കുന്നതാണ്. അല്ലാതെ ഒരു ഇച്ചിരി നോർമൽ ബുദ്ധിയുള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഇതല്ലേ. കാണാതെ പഠിച്ചെങ്കിലും അങ്ങ് എഴുതണ്ടേ. കാരണം പൈതഗോറസ് തിയറി അനുസരിച്ച് ഈ ഇക്വേഷനിൽ എഴുതുന്നത്. അപ്പം റൈറ്റ് ആംഗിളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് ഹൈപ്പോട്ടന്യൂസ്. പെർപെൻഡിക്കുലർ വരുന്ന ആൾട്ടിറ്റ്യൂഡ് അല്ലെ ഹൈറ്റ്, താഴെ ബേസ്. ഇനി നമ്മൾ വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഹൈറ്റ് അല്ലേ, ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ. ഹൈറ്റ് എത്രയാണ് തന്നിരിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ കോമ്പസ് വെച്ചിട്ട് ഹൈറ്റ് കോമ്പസ് വെച്ചിട്ട് അളക്കുക. മുമ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്ത അതേ രീതി തന്നെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് മാറ്റി ആർക്ക് വരയ്ക്കുക. എത്രയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ കുത്തി ആർക്ക്, ഇവിടെ കുത്തി ആർക്ക്. ആ 2 ആർക്കും കൂടി ജോയിൻ ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ആ വെർട്ടിസസ് എല്ലാം ജോയിൻ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർണർ ഈ മൂല ഭാഗത്തെ അതെല്ലാം കൂടെ കണ്ട. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു സ്ക്വയർ ആവും. സ്കെയിൽ വെച്ചിട്ട് ഞാനിത് മൊബൈൽ എടുക്കുന്നത് കൊണ്ട് തെളിച്ചുണ്ടോ കുഞ്ഞുങ്ങളെ, തെളിയിച്ച് നിങ്ങളത് വരയ്ക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഏരിയ ഇവിടെ ഈ സൈഡ് റൂട്ട് 19 ആണെങ്കിൽ ഇവിടെ എത്ര ഏരിയ ഓഫ് ദ സ്ക്വയർ ഈസിക്കൽ ടു 19 സെൻറ്റിമീറ്റർ സ്ക്വയർ ഇടാൻ മറക്കല്ലേ കുഞ്ഞുങ്ങളെ. എൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു പെരിമീറ്റർ കാണുന്നതിന് കുഞ്ഞുങ്ങളെ. പെരിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സൈഡുണ്ടോ അത്രയും സൈഡും കൂടെ കൂട്ടി വെക്കുന്ന ഏതിൻ്റെ ആയാലും പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കാണുന്നത് സെൻറ്റിമീറ്ററിൽ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ.
എന്നാൽ ഏരിയ എന്തിൻ്റെ കാണാൻ ചോദിച്ചാലും എന്താ കുഞ്ഞുങ്ങളെ, അത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. അതെപ്പോഴും ഓർത്തോണേ, ഏരിയ കാണുന്നത് സെൻറ്റിമീറ്റർ സ്ക്വയറിലും, അതായത് ഇവിടെ എല്ലാത്തിൻ്റെ ഏരിയ കണ്ടിട്ടുണ്ടെങ്കിൽ അത് സെൻറ്റിമീറ്റർ സ്ക്വയറിലാക്കണം. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് നമുക്ക് അടുത്ത നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം. അതെ, ഇതൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു കണക്കാണ് നിങ്ങളെ ഇത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ടേ നിങ്ങൾക്കിത് മനസ്സിലാവുന്നവർക്ക് ഇത് എളുപ്പമാണ്. കാരണം എന്താണെന്നറിയോ, ഈ ചോദ്യത്തിൻ്റെ അർത്ഥം അറിയാവുന്നവർക്ക് ഇത് എളുപ്പമാണ്. ചോദ്യം എന്താണെന്നറിയാം, ചുവടെയുള്ള ചിത്രങ്ങളിൽ 1 സെൻറ്റിമീറ്ററിൽ ഇടവിട്ട് വിലങ്ങിനെയും കുത്തനെയും ഇടകുത്തുകൾ ചിലത് യോജിപ്പിച്ച് സമചതുരങ്ങൾ വരച്ചിരിക്കുന്നു. ഓരോന്നിൻ്റെയും ഏരിയ കാണാനാണ് ചോദിച്ചേക്കുന്നത്. ഇൻ ദ പിക്ചർ ബിലോ ഡോട്ട് ആർ മാർക്ക്ഡ് 1 സെൻറ്റിമീറ്റർ. അതായത് തന്നിരിക്കുന്നുണ്ട് ഇത് 1 സെൻറ്റിമീറ്റർ ആണ്. ഇത് എങ്ങോട്ടായാലും ഇതിപ്പോൾ ഇങ്ങോട്ട് തന്നാലും 1 സെൻറ്റിമീറ്റർ, അതായത് വിലങ്ങിനെയും കുത്തനെയും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. എങ്ങോട്ട് വന്നാലും ഇങ്ങോട്ടോ അങ്ങോട്ടോ എങ്ങോട്ട് വരച്ചാലും എന്താവും നിങ്ങളെ 1 സെൻറ്റിമീറ്റർ ആണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിൻ്റെയും എന്ത് കാണുക, ഏരിയ കാണാൻ നോക്കിയോ നിങ്ങൾ. ഇതിനകത്തിൽ ഇവിടെ അവർ എളുപ്പത്തിന് വേണ്ടി നമുക്ക് എന്തോ ചെയ്യാമെന്നറിയോ, ഒന്നുകിൽ നമുക്ക് ഇവിടെ നിന്നും ഇങ്ങോട്ട് വരയ്ക്കാം, അതല്ലെങ്കിൽ ഇവിടെ നിന്നും ഇങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതായത് സ്കെയിൽ വേണമെന്നൊന്നുമില്ല, ഡോട്ടുകൾ തങ്ങളിൽ ഈ കോർണർ തൊട്ട് താപ്പ് തൊട്ട് നമുക്കൊരു താഴോട്ട് വരയ്ക്കാം. കണ്ടോ, താഴോട്ട്. ഇനി ഇവിടെ നിന്നും ഇങ്ങനെ വരയ്ക്കുക. ഇപ്പം എന്തോ ആയി, ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലേ? ആയോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം എന്തോ ആയി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വരച്ചാൽ മതി അല്ലേ, ജോയിൻറ്റുകൾ തങ്ങളിൽ യോജിപ്പിക്കുക എന്നുള്ള. ഇപ്പം ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയില്ലേ? ഇവിടെ ഒരു ബേസ് ഉണ്ട് അല്ലേ, ഇവിടെ ആൾട്ടിറ്റ്യൂഡ് ഉണ്ട്, ഇവിടെ ഹൈപ്പോട്ടിന്യൂസ് ഉണ്ട്. മനസ്സിലായോ? അപ്പം ഈ ഓരോ ഡോട്ടും ഓരോ സെൻറ്റിമീറ്റർ ആണെന്ന് അവർ പറയുന്നുണ്ട്. ഓരോ ഡോട്ടുകളും ഓരോ സെൻറ്റിമീറ്റർ. അപ്പം നോക്കിയോ നിങ്ങൾ, 1 ഇവിടെ നിന്ന് ഇവിടെ വരെ ആയപ്പോൾ 1, ഇവിടെ വരെ ആയപ്പോൾ 2, ഇവിടെ നിന്ന് ഇവിടെ വരെയപ്പോൾ 3. അപ്പോൾ ഇതെത്ര? 3 സെൻറ്റിമീറ്റർ. ഇവിടുന്ന് 1, 2, അപ്പോൾ ഇതെത്ര? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതെത്ര നിങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഈ ബേസിൻ്റെ സ്ക്വയറ് പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറാണ് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, അറിയാമല്ലോ നിങ്ങളെ. അത് നമ്മൾ പഠിച്ചതാണ്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിൻ്റെ സ്ക്വയറ് പ്ലസ് എടുത്തോണേ കേട്ടോ. ബേസിൻ്റെ സ്ക്വയറ് പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറാണ്. ബേസിൻ്റെ സ്ക്വയർ നമ്മൾ ചെയ്തു, എത്ര? 3 ആണ്. 3ൻ്റെ സ്ക്വയറ് പ്ലസ് 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4 ആണ് അല്ലേ. എച്ച് സ്ക്വയർ ആണ് നമ്മൾ ഈ ചെയ്യുന്നതെല്ലാം. ഇതെല്ലാം എച്ച് സ്ക്വയർ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല, അതുകൊണ്ടാണ് എഴുതാഞ്ഞത്. അപ്പം നിങ്ങളെ എച്ച് സ്ക്വയർ ആണ് നമുക്ക് എന്ത് വന്നത്, 13 വന്നത് അല്ലേ. നമ്മളിതിങ്ങനെ ചെയ്ത് വന്നപ്പം എച്ച് സ്ക്വയർ ഈസിക്കൽ ടു 15 ആണെങ്കിൽ എച്ച് ഈസിക്കൽ ടു നിങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വലിനപ്പുറത്ത് പോയാൽ എന്താവും? √13 ആവും. മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അത് നോക്കണേ നിങ്ങളെ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ പഠിച്ചത് ഹൈപ്പോട്ടന്യൂസ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് കാണണമെങ്കിൽ ബേസിൻ്റെ സ്ക്വയറ് പ്ലസ് ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ, പാദം സ്ക്വയറ് പ്ലസ് ലംബം സ്ക്വയർ അല്ലേ. യെസ്, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് കർണം സ്ക്വയർ. അപ്പം നമ്മൾ അപ്പം ഇത് അതുപോലെ എഴുതുക. ഇതെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എച്ച് സ്ക്വയർ ഈസിക്കൽ ടു 13 നമുക്ക് തന്നു. അപ്പോൾ എച്ച് ഈസിക്കൽ ടു നിങ്ങളെ റൂട്ട്, കാരണം സ്ക്വയർ സമത്തിനിപ്പുറം ഈക്വലിനിപ്പുറം പോകുമ്പോൾ √13. നമ്മളോട് ചോദിച്ചാൽ നിങ്ങൾ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കൂ. നിങ്ങളെ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കൂ. ഏരിയ കാണാൻ ഏരിയ, ഒരു സ്ക്വയറിൻ്റെ ഏരിയ സൈഡ് ഇൻറ്റു സൈഡാണല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ഇത് സ്ക്വയർ ഇവിടെ നമുക്ക് എത്ര കിട്ടി കുഞ്ഞുങ്ങളെ? ഇവിടെ അല്ലേ നമുക്ക് കിട്ടിയത് എത്ര? 13 കിട്ടി അല്ലേ. √13 കിട്ടിയത്. സംശയം വല്ലതും ഉണ്ടോ നിങ്ങളെ? നമുക്ക് ഈ √13 വന്നത് എച്ച് സ്ക്വയർ ആണ് 13 വന്നത്. അപ്പോൾ എച്ച് എത്ര? 13 സെൻറ്റിമീറ്റർ. അപ്പം നമ്മൾ ഏരിയ കാണണമെങ്കിൽ സൈഡ് ഇൻറ്റു സൈഡാണ് അല്ലേ. സൈഡ് ഒരു സൈഡ് എന്ന് വെച്ചാൽ √3 ആണ്. അപ്പോൾ √3 ഇൻറ്റു √3 13 ഇൻറ്റു 13 169. 169 ആണ് കേട്ടോ. നല്ലപോലെ നോക്കണേ നിങ്ങളെ. ഏരിയ കാണുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ് സ്ക്വയറിൻ്റെ അല്ലേ. ഒരു സൈഡ് നമുക്ക് √13 അല്ലേ, 13 കിട്ടി. അപ്പോൾ √13 ഇൻറ്റു √13 എത്ര നിങ്ങളെ? √169 ആണ്. 169 എന്ന് പറയുന്നത് എന്തോത്തിൻ്റെയാ? 13ൻ്റെ അല്ലേ.
അല്ലയോ നിങ്ങളെ 13. ഏരിയ എപ്പോഴും സെൻറ്റിമീറ്റർ സ്ക്വയറിൽ എഴുതിക്കോണം കേട്ടോ. ഓക്കെ ആണോ ഒന്നാമത്തെ? ഇതുപോലെ വേണം ചെയ്യാൻ, അല്ലാതെ ഒറ്റയടിക്ക് അങ്ങ് ജോലി ഒതുക്കി വെക്കുമല്ല, ഇങ്ങനെ തന്നെ വേണം കണക്ക് ചെയ്യാൻ, എങ്കിലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഇത് ഫസ്റ്റ് കേട്ടോ. അല്ല ഇത് ഇനി നമുക്ക് വേണമെങ്കിൽ എന്താ നിങ്ങളെ, ഇത് പെൻസിൽ വെച്ച് കുളവാക്കുവാണ്. വേണ്ടേ, നമുക്ക് ഇവിടെ വേണമെങ്കിലും ആക്കായിരുന്നു, ഇനി അവിടെ ആയി പോയി എന്നതുകൊണ്ടൊന്നുമല്ല കേട്ടെ. ഇവിടെ വേണമെങ്കിലും നമുക്ക് ആക്കായിരുന്നു അല്ലേ. കാരണം എന്താ, 1 2 3 ബേസ് 3 ആൾട്ടിറ്റ്യൂഡ് നേരെ ഇരിക്കുന്നല്ലേ ആൾട്ടിറ്റ്യൂഡ്. അപ്പോൾ 1 2 അപ്പോൾ എന്താ, ഇതിന് ഓപ്പോസിറ്റ് റൂട്ട് 30 അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇതിപ്പോൾ ചെയ്താൽ തന്നെ കിട്ടും. ഇനി നോക്കിക്കേ, ഇനി യെല്ലോയുടെ അല്ലേ, യെല്ലോയുടെ ആയപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? അതും നമുക്ക് എന്താ ഇവിടെ ഓരോ സെൻറ്റിമീറ്ററാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതും നമുക്ക് നോക്കിക്കേ, ഇതിനെ കണ്ട് ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് കണ്ടോ, ഇങ്ങനെ വേണമെങ്കിൽ എടുക്കാം. കാരണം എന്താണ് നേരെ ഇരുന്നിട്ട് താപ്പോട്ട് കണ്ടോ, ഇതെന്താ, ഇത് 1 സെൻറ്റിമീറ്റർ, ഇത് 1 സെൻറ്റിമീറ്റർ അല്ലേ. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ എന്താ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ അതും വന്നത് അല്ലേ, മട്ടത്രികോണമല്ലേ വന്നത്. ചരിഞ്ഞിരുന്നത് കൊണ്ട് ഒന്നും തോന്നല്ലേ നിങ്ങളെ, നേരെ താപ്പോട്ട്. അപ്പോൾ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന വരയുടെ നമ്മളൊരു കട്ട വരയ്ക്കുകയെന്ന് പറയും, ആ വരച്ചതിൻ്റെ 2 മൂലയും എവിടെയാണോ മുട്ടുന്നത് അതാണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കണ്ടോ. അപ്പം ഇവിടെ ഒന്ന് വന്ന എങ്ങനെയാ, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് 1, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലോട്ട് 1. അപ്പം എന്താ 2 എടുത്ത്, അതായത് ആൾട്ടിറ്റ്യൂഡും പിന്നെ എന്താ ബേസും 1 വന്നത്. അപ്പം മൂന്നാമത്തെയോ, അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എത്ര ആകും നിങ്ങളെ നോക്കിക്കേ. അതും ചെയ്തിട്ട് ഹൈപ്പോട്ടന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്വേഷൻ കണ്ടോ, ഒത്തിരിയും പെട്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം h² = 2 ആണെങ്കിൽ h² √2 നല്ലപോലെ അറിയണേ നിങ്ങളെ. h² എന്ന് വെച്ചാൽ കർണം സ്ക്വയർ എന്ന് വെച്ചാൽ പാദം സ്ക്വയറെ പ്ലസ് ലംബം സ്ക്വയർ, മലയാളവും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ കേട്ടോ. അപ്പോൾ എന്താ ബേസ് എന്ന് വെച്ചാൽ 1 ആണ് ഇവിടെ അല്ലേ, ഇവിടെ 1 ഇവിടെ 1, ബേസും 1 ആൾട്ടിറ്റ്യൂഡും 1. അപ്പോൾ 1 + 1 2 ആണ്. എന്ത് h² അല്ലേ, h² ആണ് 2. അപ്പോൾ h ഈക്വൽ അങ്ങ് പോയി കഴിഞ്ഞാൽ √2. അപ്പോൾ ഏരിയ കാണുന്നത് എങ്ങനെയാണ്, സൈഡ് ഇൻറ്റു സൈഡ് എത്ര നമുക്ക് കിട്ടിയത്, √2 ആണ്. എത്ര നിങ്ങളെ, √2 ആണ്. അപ്പോൾ √2 × √2 √4 ആണ്. √2 × √2 √4 ആണ്. √4 എന്ന് വെച്ചാൽ എന്തുവാ, 2ന്റെ സ്ക്വയർ അല്ലേ, 2 സെൻറ്റിമീറ്റർ സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ആയില്ലെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ച് നോക്കണേ. അടുത്ത് നോക്കിയേ, നമുക്ക് ബ്ലൂവിനെ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നാണ്ടേ, നേരെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കരുതോ, ഇവിടെയും വേണമെങ്കിൽ എന്താ നേരെ വരച്ചിട്ട് ഇങ്ങനെയും വരയ്ക്കാം അല്ലേ. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, ഏതെങ്കിലും ഒരു മെത്തേഡ് ഒരെണ്ണം എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ, നേരെ ഇരിക്കുവാണെങ്കിൽ അതെന്താ നിങ്ങളെ ആൾട്ടിറ്റ്യൂഡ് എത്ര, 2. താഴെ എന്താ ബേസ്, അപ്പോൾ ഇതെന്താ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്, എവിടെയൊക്കെയാണ് നിങ്ങളെ ബ്ലൂവിൻ്റെ അല്ലേ. അപ്പോൾ എന്താ ബേസ് നമ്മൾ 1 എടുത്തു, ബേസ് ഇതാണേ, ബേസ് 1 എടുത്തു. അപ്പോൾ 1ന്റെ സ്ക്വയർ, ആൾട്ടിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നേരെ താപ്പോട്ടുള്ള അല്ലേ, ഹൈറ്റ് 2 എടുത്തു, 2ന്റെ സ്ക്വയർ. അപ്പോൾ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. സംശയം ഉണ്ടോ? 1ന്റെ സ്ക്വയർ 1 തന്നെ, 1 × 1 1, 2 × 2 4. അപ്പോൾ 1 + 4 എത്ര, 5. h² എന്ന് പറയുന്നത് എന്താവും, h² എന്ന് പറയുന്നത് 5 ആണെങ്കിൽ h സ്ക്വയറിനെ ഇപ്പുറത്ത് അല്ലേ റൂട്ടിലോട്ട് മാറ്റി 5 √5. അപ്പോൾ ഏരിയ എങ്ങനെയാണ്, √5 × √5 = √25. സംശയം ഉണ്ടോ നിങ്ങളെ? സൈഡ് ഇൻറ്റു സൈഡ് നമുക്ക് കിട്ടിയത് √5 ആണ്. √5 × √5 5 × 5 25, √25 എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ ആണ്. 5 × 5 ആണ് 25. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഗ്രീൻ കളറിലെ ഗ്രീൻ നോക്കിക്കേ, നമുക്ക് വേണമെന്നുണ്ടെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് എങ്ങോട്ട് വേണമെങ്കിലും വരയ്ക്കാം കേട്ടോ. ഇനി ഞാൻ ഇവിടെ നിങ്ങൾക്ക് വേണം എടുക്കുന്നുണ്ട്, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരയ്ക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, രണ്ടും കൂടെ വരയ്ക്കേണ്ട, ഏതെങ്കിലും ഒരെണ്ണം വരച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് നോക്കിയേ, ഇത് നോക്കിയേ, 1 2 3 4, ഇവിടെ 4 വന്നു, 1 2 ഇവിടെ 2 വന്നു. അപ്പോൾ ഇത് ബേസുമാണ്, ഇത് ആൾട്ടിറ്റ്യൂഡുമാണ്. അപ്പോൾ ഇത് ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നിങ്ങളെ, ബേസ് 4ഉം ആൾട്ടിറ്റ്യൂഡാണ്, ബേസ് 4ഉം ആൾട്ടിറ്റ്യൂഡ് 2ഉം. 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4. അപ്പം 16 4 20. h² ആണ് എന്ത്, h² ആണ് കുഞ്ഞുങ്ങളെ 20 അല്ലേ. അപ്പം h √20 കേട്ടോ. അപ്പം സൈഡ് ഇൻറ്റു സൈഡ് √20 × √20 √400 ആണ്. √400 എന്ന് പറയുന്നത് 20ൻ്റെയാണ്, 20 സെൻറ്റിമീറ്റർ സ്ക്വയർ. എളുപ്പമല്ലേ? ഇത് പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ടോ നിങ്ങളെ, പിന്നെ ഈ എന്താ ഇത് മനസ്സിലാക്കി തന്നെ ചെയ്യണേ. ഞാൻ പറയുന്നത് തന്നെ പഠിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാലും ഓരോ കണക്ക് ചെയ്യുമ്പോഴും അതിൻ്റേതായ രീതിയിൽ ചെയ്യണം. ഈ റൂട്ടൊക്കെ വന്നതും ഒക്കെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സൈഡ് ഇൻറ്റു സൈഡ് എന്ന് പറയുന്നത് എന്താ,
നമുക്ക് സൈഡ് ഇൻറ്റു സൈഡ് നമുക്ക് റൂട്ട് 13 വന്നത് എങ്ങനെയാണെന്ന് അറിയണം. മിക്കയിടത്തും 13 എഴുതിയിട്ടുള്ളൂ. എച്ച് സ്ക്വയറാണ് 13 വരുന്നതെന്ന് ആരും പറയുന്നില്ല. എച്ച് സ്ക്വയറാണ് 13. അപ്പോൾ എച്ച് റൂട്ട് 13 അത് നിങ്ങൾ അപ്പോൾ ആ റൂട്ട് വെച്ച് വേണം ഏരിയ കാണാൻ. കാരണം എന്താ ഹൈപ്പോട്ടന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ കർണമാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയറിൻ്റെ ഏരിയ കാണാനാണ് നമ്മളോട് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. സ്ക്വയറിൻ്റെ ഏരിയ കാണുന്നത് സൈഡ് ഇൻറ്റു സൈഡ് വെച്ചാണ് നമ്മൾ ഈ 4 കണക്കും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് കിട്ടുന്നത്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഇത് മൊത്തം ഇനി ഇത് മുതലുള്ള ഞാൻ ലാസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞോ നിങ്ങളെ, സമയമുള്ളപ്പോൾ ഞാൻ ഇട്ട് തരാം. എന്തായാലും നിങ്ങൾ മനസ്സിലായെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ നിങ്ങളെ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കേട്ടോ, ഒരു ചിലവും ഇല്ലല്ലോ കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.